നീ എപ്പോഴെങ്കിലും കുറേ വർഷങ്ങൾ മുന്നേ കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടോ? നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൻ്റെ നമ്പർ വൺ പ്രയോറിറ്റിയാണ് നമ്മളെ സേഫ് ആക്കി ഇരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ഈ ഫീലിംഗ് വരും, ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലല്ലോ, അറിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് നിന്റെ ബ്രെയിൻ എപ്പോഴും നീ ഒരു പുതിയ കാര്യം ട്രൈ ചെയ്യാൻ പോകുമ്പോൾ നിന്നോട് പറയുന്നത് ഇത് സേഫ് അല്ല, ഇത് ചെയ്യണ്ട. സോ ദാറ്റ് ഇറ്റ് ക്യാൻ കീപ് യു സേഫ് ആൻഡ് കംഫർട്ടബിൾ. അതുകൊണ്ട് നീ എപ്പോൾ ഒരു പുതിയ കാര്യം ട്രൈ ഔട്ട് ചെയ്യാൻ പോയാലും നിന്റെ ബ്രെയിൻ ഒരു എക്സ്ക്യൂസ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത് ഒരു ലൂപ്പാണ്. എപ്പോഴൊക്കെ നിനക്കൊരു പുതിയ കാര്യം ട്രൈ ചെയ്യാൻ തോന്നുമ്പോഴും യുവർ ബ്രെയിൻ ക്രേവ്സ് സർട്ടൻറ്റി. നീ അത് ചെയ്താൽ എന്താവും കറക്റ്റ് അറിയണം. നീ ഒരു പുതിയ കാര്യം ട്രൈ ചെയ്യുമ്പോൾ അതിലെന്തായാലും അൺസർട്ടൻറ്റി ഉണ്ടാവും. അപ്പോൾ നിന്റെ ബ്രെയിൻ എന്ത് ചെയ്യും? ഒന്നുകൂടെ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാന്ന് വിചാരിക്കും. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടും. ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് നിന്റെ ബ്രെയിൻ എപ്പോഴും നിന്നെ കംഫർട്ട് സോണിൽ ഇരുത്തുന്നത്. നിന്റെ ഡേ ടു ഡേ ലൈഫിൽ ഓരോ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടാസ്കുകളും നിന്റെ ബ്രെയിൻ ഓർത്ത് വെക്കുന്നുണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് എ ബ്രൗസർ. നിനക്ക് ഇതിൽ കുറേ ടാബുകൾ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നിന്റെ ബ്രെയിനിലും ഓരോ അൺഫിനിഷ്ഡ് ടാസ്കും ഓരോ ടാബായി മാറുകയാണ്. ആൻഡ് ഇങ്ങനെ നീ അൺഫിനിഷ്ഡ് ആയിട്ട് വെക്കുന്ന ഓരോ ടാസ്കുകളും കുറച്ച് ചെയ്യുമ്പോൾ നിന്റെ മൈൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇമെയിലിന് റിപ്ലൈ കൊടുത്തില്ലല്ലോ, ആ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചില്ലല്ലോ, ഇങ്ങനെ നിന്നെ വന്നിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇത് ഫിക്സ് ചെയ്യാൻ 3 വഴികളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. ഒരു പേന എടുക്കുക, ഒരു ബുക്ക് എടുക്കുക ആൻഡ് റൈറ്റ് ഡൗൺ എവറി സിംഗിൾ തിങ്. നിന്റെ മൈൻഡിലേക്ക് വരുന്ന എല്ലാ അൺഫിനിഷ്ഡ് ടാസ്കുകളും, അതായത് ഇങ്ങനെ തുറന്നിരിക്കുന്ന ബ്രൗസർ കുറേ എണ്ണമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യില്ലേ? അതേപോലെ തന്നെ ജസ്റ്റ് റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. നിനക്ക് റിപ്ലൈ അയക്കാനുള്ള ഇമെയിൽ, നിന്റെ ഗോൾസ്, നിന്റെ തോട്ട്സ്, നിന്റെ എവറി ഡേ തോട്ട്സ്, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ആൻഡ് നീ എഴുതിയിട്ടുള്ള എല്ലാ തോട്ട്സിന്റെ നേരെയായിട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്തതായിട്ട് ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ എഴുതി വയ്ക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിന്റെ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ ആ കാര്യം പോയിട്ട് നീ ചെയ്യണമെന്ന് പോലുമില്ല. ജസ്റ്റ് റൈറ്റിംഗ് ഡൗൺ ആൻഡ് ക്രിയേറ്റിംഗ് എ പ്ലാൻ ഈസ് മോർ ദാൻ ഇനഫ്. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ദ ഗോൾസ്. ലെറ്റ്സ് സേ ഒരാൾ ബുക്ക് എഴുതണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ഓരോ തവണ ഇരിക്കുമ്പോൾ അയാൾ ഒരു ബുക്ക് എഴുതണമെന്നതിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഗോളാണ്. അപ്പോൾ നീ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇന്ന് ഒരു 5 ലൈൻസ് അല്ലെങ്കിൽ മേ ബി ഒരു 5 പേജ് എഴുതുക എന്നുള്ളത് ദാറ്റ് ഈസ് സം വാട്ട് നിനക്കൊരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബ്രേക്കിംഗ് ഡൗൺ യുവർ ഗോൾസ് ഇൻ ടു സ്മോളർ പീസസ്. അങ്ങനെ നീ നിന്റെ ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഫീൽ ലെസ് ഫ്രിക്ഷൻ. നിനക്കത് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ടേക്ക് ആക്ഷൻ. ഞാൻ നേരത്തെ ഒരു അൺസർട്ടൻറ്റി ലൂപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ലൂപ്പിൽ നമ്മളെല്ലാവരും സ്റ്റക്ക് ആവുന്നത് ഒരു പോയിന്റിലാണ്. വെൻ വി ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ വർക്ക്. നീ ചെയ്യുന്നൊരു കാര്യത്തിന് റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് അറിയാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നീ ചെയ്തൊരു കാര്യത്തിൽ നീ വിചാരിച്ച പോലെ ഒരു ഔട്ട്പുട്ട് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ, അതിനൊരു സൊല്യൂഷൻ ഇല്ല. യു ജസ്റ്റ് നീഡ് ടു ടേക്ക് ആക്ഷൻ ആൻഡ് സീ വാട്ട്സ് കമ്മിങ്. 4 തരത്തിലുള്ള ഓവർ തിങ്കേഴ്സ് ഉണ്ട്. നമ്പർ 1 ഈസ് റീപ്ലേയേഴ്സ്. അതായത് അവർ ചെയ്തൊരു കാര്യത്തിനെ പറ്റി, പാസ്റ്റിൽ ചെയ്തൊരു കാര്യമായിക്കോട്ടെ, പ്രസന്റിൽ ചെയ്തൊരു കാര്യമായിക്കോട്ടെ, അതിനെപ്പറ്റി കോൺസ്റ്റന്റ് ആയിട്ട് റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഓ, ഞാനന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവനോട് ഇന്നിങ്ങനെ പറയേണ്ടായിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഈ കാര്യം. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പാസ്റ്റിൽ ചെയ്തു പോയ കാര്യത്തിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നതും അതിന്റെ ബെസ്റ്റ് കേസ് സിനാരിയോസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് റീപ്ലേയേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരാണ് എല്ലാത്തിൻ്റെയും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ആലോചിക്കുന്ന ആൾക്കാർ. അതായത് ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആ ബിസിനസ് ഒരു 10-20 വേരിയേഷൻസിൽ അല്ലെങ്കിൽ 10-20 സെനാരിയോയിൽ എങ്ങനെയൊക്കെ അത് ഫെയിൽ ആവുമെന്ന് ആലോചിച്ച് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് നെഗറ്റീവ് ഓവർ തിങ്കേഴ്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഏതെങ്കിലും ഒരു വഴി ആ ബിസിനസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ദേ വോണ്ട് ഫീൽ സർപ്രൈസ്ഡ്. അവർക്ക് ഓൾറെഡി അറിയാം ഇത് സംഭവിക്കായിരുന്നു എന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ് ഓവർ പ്ലാനേഴ്സ്. ഇവരെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇവന്റ് വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്രിപ്പറേഷൻ ഒരു 2 മാസം മുന്നേ തുടങ്ങും. ആൻഡ് ഓവറായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ ബിക്കംസ് എ ജോബ്. മനസ്സിലായോ? അവർക്ക് ആ ഒരു ഇവന്റിനേക്കാളും വലിയൊരു സംഭവമാണ് അതിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, അതിനെപ്പറ്റി ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. ആൻഡ് 4ാമത്തെ ടൈപ്പ് ആൾക്കാരാണ് ഓവർ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ. അവരൊരു സിറ്റുവേഷൻ കഴിഞ്ഞു പോയി, ഒരു പാസ്റ്റിലുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, പ്രസന്റിലുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരെപ്പോഴും അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള മീനിങ് തപ്പിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷനെ കൂടുതൽ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ട ആൻസർ കിട്ടുന്നവരെ അവരതിനെപ്പറ്റി അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ്. ആൻഡ് നീ ഏത് ടൈപ്പ് ഓവർ തിങ്കർ ആണെന്നുള്ളത് മെൻഷൻ ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ആൻഡ് you got this.